أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا جاءت الصاخة يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قطرة أولئك هم الكفرة الفجرة. صدق الله. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അബസയുടെ അവസാനത്തെ 10 ആയത്തുകളാണ്, അഥവാ 33 മുതൽ 42 വരെ ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫൈദാ ജാഅതി സ്വാഖ. ഫൈദാ ജാഅത് വന്നാൽ, അസ്വാഖ ഭയങ്കരമായ ആ ശബ്ദം, ഘോര ശബ്ദം. യൗമ യഫിറുൽ മർഉ, അന്ന് മനുഷ്യൻ ഓടും, മിൻ അഖീഹി, സ്വന്തം സഹോദരനിൽ നിന്ന്, വ ഉമ്മിഹി, അവന്റെ മാതാവിൽ നിന്നും, വ അബീഹി, അവന്റെ പിതാവിൽ നിന്നും, വ സാഹിബത്തിഹി, അവന്റെ ഭാര്യയിൽ നിന്നും, വ ബനീഹി, അവന്റെ മക്കളിൽ നിന്നും. ലികുല്ലി ഇംറിഇൻ മിൻഹും, ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കും, യൗമഇദിൻ, അന്നത്തെ ദിവസം, ശഅ്നുൻ, കാര്യം, യുഗ്നീഹി, അവനെ പര്യാപ്തമാക്കുന്ന, അഥവാ അവനെ ഒന്നിന് മാത്രം ചുറ്റിത്തിരിയാൻ പ്രേരിപ്പിക്കുന്ന. വുജൂഹുൻ, ചില മുഖങ്ങൾ, യൗമഇദിൻ, അന്നത്തെ ദിവസം, മുസ്ഫിറ, നല്ല തിളക്കമുള്ളത്, അഥവാ പ്രസന്നമായിരിക്കും. ലാഹിക്കത്ത്, ചിരിക്കുന്നവയായിരിക്കും. മുസ്തബശിറ, സന്തോഷം കൊള്ളുന്നവയായിരിക്കും. വവുജൂഹൻ, മറ്റു ചില മുഖങ്ങൾ, യൗമഇദിൻ, അന്നത്തെ ദിവസം, അലൈഹ, അതിന്മേലുണ്ടാകും, ഗബറ, പൊടിപടലങ്ങൾ, പൊടി പിടിച്ചിരിക്കും. തർഹഖുഹ, അതിനെ ഒന്നായിട്ട് മൂടിയിട്ടുണ്ടാവും. ഖതറ, ഇരുട്ട്, ഇരുള്. ഉലായിക, അവർ, ഹും, അവർ തന്നെയാണ്, അൽ കഫറ, നിഷേധികൾ, അൽ ഫജറ, തോന്നിയവാസികൾ അല്ലെങ്കിൽ തെമ്മാടികൾ. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്ന മഴയിൽ നിന്ന് യാതൊരു ചിലവുമില്ലാതെ മനുഷ്യന് ഈ ലോകത്ത് നൽകുന്ന വിഭവങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. മുന്തിരിയും പച്ചക്കറിയും അതുപോലെ തന്നെ ഒലീവും അതുപോലെ കാരക്ക മരങ്ങളും ഇടതിങ്ങിയ തോട്ടങ്ങളും പഴവർഗ്ഗങ്ങളും അവരുടെ കാലികൾക്ക് മേച്ചിൽ പുല്ലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഴയിൽ നിന്ന് സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും മനുഷ്യൻ നന്ദി കാണിക്കാത്ത അവസ്ഥയാണ് ഉള്ളത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആ വസ്തുക്കളാകട്ടെ മതാഅല്ലക്കും വലിയ ആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കുമൊക്കെ ജീവിത വിഭവങ്ങൾ എന്ന നിലക്കാണ് അല്ലാഹു നൽകിയത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ലോകത്തിന്റെ ക്രമം മാറുന്നതാണ് കാണുന്നത്. ലോകാവസാനം, കാഹളത്തിലുള്ള ഊത്ത്. ഫൈദാ ജാഅതി സ്വാഖ, ആ ഭയങ്കരമായ ശബ്ദം അത് വന്നു ചേരുമ്പോൾ
അത് വരുമ്പോൾ, ഘോരമായ ശബ്ദം വരുമ്പോൾ, അപ്പോ പരലോകത്ത് രണ്ടാമത്തെ കാഹളത്തിന്റെ ഊത്ത്, ആ ഊത്തോട് കൂടിയിട്ട് ആകെ അങ്കലാപ്പിലാകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അന്ന് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, സ്വന്തം സഹോദരനിൽ നിന്ന് മനുഷ്യൻ ഓടിക്കളയാ ചെയ്യുക. ആപൽഘട്ടങ്ങളിൽ സഹോദരനെ ചേർത്ത് പിടിച്ചിരുന്നതിന് പകരം സഹോദരന്റെ ബാധ്യത കൂടി ഏൽക്കാൻ എനിക്ക് വയ്യ എന്ന് മനസ്സിലാക്കിയിട്ട് സഹോദരന്റെ അടുത്ത് നിന്ന് ആദ്യം രക്ഷപ്പെട്ടു പോവുകയാണ്. സ്വന്തം മാതാവിൽ നിന്നും സ്വന്തം പിതാവിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. എനിക്ക് അവരുടെ ഭാരം കൂടി സഹിക്കാൻ വയ്യ, അവരെയും കൂടി എനിക്ക് നോക്കാൻ കഴിയില്ല, എൻ്റെ കാര്യം തന്നെ നഫ്സി നഫ്സി, എൻ്റെ കാര്യം തന്നെ വളരെ കടത്തിലാണ്. വസാഹിബത്തിയോ വരി, സ്വന്തം ഭാര്യയിൽ നിന്നും സ്വന്തം മക്കളിൽ നിന്നുമൊക്കെ ഓടി രക്ഷപ്പെടുന്ന അവസ്ഥ. ഈ ലോകത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം ഒരു മനുഷ്യനുണ്ടായാൽ അയാൾ വാപ്പയുടെ അടുത്തേക്ക് ചെല്ലും, അതുപോലെ തന്നെ സ്വന്തം സഹോദരൻ്റെ അടുത്തേക്ക് ചെല്ലും, ഉമ്മയുടെ അടുത്തേക്ക് ചെല്ലും, ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലും, മക്കളുടെ അടുത്തേക്ക് ചെല്ലും. അവരൊക്കെ കൂടിയിട്ടാണ് ആ പ്രശ്നത്തിന് പരിഹാരം കാണുക. പക്ഷേ പരലോകത്ത് തങ്ങളുടെ കാര്യം തന്നെ ഉറപ്പില്ല എന്നതുകൊണ്ട് ഇവരുടെ ആരുടെയും ഭാരമേൽക്കാതെ ഒറ്റയ്ക്ക് എൻ്റെ കാര്യം ഞാനെന്താകും എന്നാലോചിച്ചുകൊണ്ട് നെട്ടോട്ടമോടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കാരണം എന്താ? ഓരോരുത്തരെ പര്യാപ്തമാക്കുന്ന കാര്യം അവർക്ക് തന്നെ ഉണ്ടാകും. ഓരോ ആളുകൾക്കും എൻ്റെ കാര്യം എന്താകും, ഞാൻ രക്ഷപ്പെടുമോ, എൻ്റെ തുലാസ് കനം തൂങ്ങോ, അല്ല എൻ്റെ തുലാസ് കനം കുറഞ്ഞു പോവോ, ഞാൻ നരകാവകാശിയാവോ, സ്വർഗത്തിലേക്ക് എത്തോ, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ, സ്വന്തം കാര്യത്തിൽ തന്നെ വ്യാപൃതനാക്കുന്ന, മറ്റൊരാളെയും ശ്രദ്ധിക്കാൻ കഴിയാത്ത, സ്വന്തം കുടുംബത്തിലുള്ള ഒപ്പമുള്ള ആൾക്കാരെ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത, ജന്മം നൽകിയ മാതാപിതാക്കളെ പോലും, അവർ ജന്മം കൊടുത്തിട്ടുള്ള മക്കളെയും സ്വന്തം സഹധർമ്മിണിയെയും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ സംജാതമാക്കുക എന്നർത്ഥം. എന്നാൽ അവിടെ തന്നെ ചില സന്തോഷിക്കുന്ന മുഖങ്ങൾ, വുജൂഹുൻ യൗമൈദിൻ മുസ്ഫിറ, ചില മുഖങ്ങളുണ്ടാവും അവിടെ, വളരെ തെളിഞ്ഞ മുഖങ്ങൾ, പ്രസന്നമാകുന്ന മുഖങ്ങൾ. കണ്ടാൽ തന്നെ അറിയും അവർ വളരെ സന്തോഷത്തിലാണെന്നുള്ളത്. ലാഹിക്കത്തും, അവർ ചിരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ മുസ്തബ്ശിറ, വളരെ സന്തോഷം കൊള്ളുന്നവയായിരിക്കും. അപ്പം സന്തോഷം കൊള്ളുന്ന, തെളിഞ്ഞ, അതേപോലെ തന്നെ ചിരിക്കുന്ന ആ തരത്തിലുള്ള ചില മുഖങ്ങൾ അവിടെ ഉണ്ടാവും. അത് പരലോകത്ത് സ്വർഗാവകാശികളാണ്. അവർക്ക് അവരുടെ പരീക്ഷ പാസ്സായിട്ടുണ്ട്. ഈ ലോകത്ത് അവർ എന്തൊക്കെ പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചിട്ടുണ്ടോ, ആ സഹിച്ചതിൻ്റെ പേരിൽ, അതുപോലെ തന്നെ അവർ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ പേരിൽ ശാശ്വതമായ സ്വർഗാവകാശികൾ എന്നൊരു സന്തോഷ വാർത്ത അള്ളാഹുവിൽ നിന്നൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ വളരെ വളരെ സന്തോഷത്തിലാണ്. അവരുടെ മുഖത്ത് തന്നെ അതിനെ കാണാൻ പറ്റും, മറ്റുള്ള ആളുകൾക്ക് തന്നെ അത് കാണാൻ പറ്റും. അത്രയും സന്തോഷത്തിലാണ് ഈ ആളുകൾ. അവർ സ്വർഗം ഇതാ വളരെ വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്ന രൂപത്തിലാണ് അവരുടെ ആ മൊത്തം അവരെ കണ്ടാൽ തന്നെ തോന്നുന്നത്. ഇനി മറ്റൊരു വിഭാഗത്തെ പറ്റി പറയുന്നു, അഥവാ നേരത്തെ പറഞ്ഞ വിഭാഗത്തെ സംബന്ധിച്ച് പറയുന്നു. വജൂഹുൻ, ചില മുഖങ്ങളുണ്ടാവും, യൗമൈദിൻ, അന്നത്തെ ദിവസം, അലൈഹ ഗബറ, അതിന്മേൽ ആകെ പൊടി പരണ്ടി, മുഖം തെളിവേ ഇല്ല, മുഖത്താകെ പൊടി പരണ്ട പോലെ ഇരുണ്ട ഒരു മുഖം. അതിന് ഒന്നുകൂടി വിശദീകരിക്കുന്നത് തറഹ ഖത്തറ, ഇരുള് മൂടിയ പോലെ. അതായത് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു മുഖമല്ല, നേരത്തെ നമ്മൾ ഇവിടുന്ന് കണ്ടിരുന്ന ആൾക്കാരുടെ ആ മുഖമല്ല, മുഖം ആകെ മാറിയിരിക്കുന്നു, കറുത്തിരുണ്ടിരിക്കുന്നു, ഇരുള് മൂടിയിരിക്കുന്നു, മുഖത്താകെ പൊടി പരണ്ടിരിക്കുന്നു. എന്താ ഇതിന് കാരണം? തർഹഖുഹ ഖത്തറ, അതിനെ ഇരുട്ട് മൂടിയിട്ടുണ്ട്. ഉലായിക്ക, ആ കൂട്ടർ. ആരാണ് ഈ ആൾക്കാർ? അള്ളാഹ് പറയുന്നു,
അൽ ഹുമുൽ കഫറത്തുൽ ഫജറ, അവരാണ് കാഫിറുകൾ, സത്യനിഷേധികളാണ്. സത്യത്തെ നിഷേധിച്ച ആളുകളാണ്. അവരുടെ മുഖത്ത് ഒരു തെളിവ് വന്നിട്ടുണ്ടാവില്ല. മാത്രല്ല അൽ ഫജറ, തോന്നിയവാസികളാണ്, തെമ്മാടികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് ജീവിച്ചില്ല എന്ന് മാത്രമല്ല, വിശ്വാസികൾക്ക് സകലമാന ദോഷങ്ങളും വരുത്തിയിട്ട് തങ്ങളാണ് മേലെ എന്ന രൂപത്തിൽ അഹങ്കരിച്ച് നടത്തിയിട്ടുള്ള ആ വിഭാഗം ഒരു ദയയും അവരോട് പടച്ചതമ്പുരാൻ കാണിക്കുകയില്ല. അന്നത്തെ ദിവസം അവരുടെ മുഖത്ത് ഒരു നിലക്കുള്ള സമാധാനത്തിന്റെ ലക്ഷണവും കാണുകയില്ല എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ചിരിക്കുന്ന, സന്തോഷിക്കുന്ന മുഖത്തിനുടമകളാകാൻ വേണ്ടി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക. തീർച്ചയായും അവർക്ക് മാത്രമേ പരലോകത്ത് സന്തോഷത്തിന് വകയുണ്ടാവുകയുള്ളൂ. ആ സന്തോഷത്തിന് വക നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മളിൽ നിന്ന് പിരിഞ്ഞിട്ടുള്ള മരിച്ചുപോയ ആളുകളെ മുഴുവനും, കുടുംബക്കാരെയും ബന്ധുക്കളെയും ഒക്കെ അള്ളാഹു ചേർക്കട്ടെ. സാലിഹീങ്ങളുടെ സിദ്ദീഖുകളുടെ കൂടെ നാളെ സ്വർഗ്ഗലോകം പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി